ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 9 കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കാർട്ടീഷ്യൻ പ്ലെയിൻ ഓർ കോർഡിനേറ്റ് പ്ലെയിൻ. നമ്പർ ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ റാഷണൽ നമ്പർ ആയാലും ഇറാഷണൽ നമ്പർ ആയാലും ഇൻറ്റിജർ ആയാലും എല്ലാം മാർക്ക് ചെയ്യാൻ നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലെയിനിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ പ്ലെയിനിൽ നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ നമ്പർ ലൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് നമ്പർ ലൈൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് നമ്പർ ലൈനിൽ എടുത്തിട്ട് ഇവിടെ ഞാനിപ്പോൾ എക്സ് ഡാഷ് എക്സ് എന്നൊരു നമ്പർ ലൈൻ എടുത്തിട്ടുണ്ട്. അതേപോലെ വൈ ഡാഷ് വൈ എന്നൊരു നമ്പർ ലൈൻ എടുത്തിട്ടുണ്ട്. ഈ എക്സ് ഡാഷ് എക്സിൽ നമ്മൾ നമ്പർ ലൈനിലെ നെഗറ്റീവ് നമ്പറും സീറോയും പോസിറ്റീവ് നമ്പറും എല്ലാം മാർക്ക് ചെയ്യുക. വൈ ഡാഷ് വൈയിലും അതേപോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവരുടെ രണ്ടിൻ്റെയും ഈ എക്സ് ഡാഷ് എക്സിൻ്റെയും വൈ ഡാഷ് വൈയുടെയും സീറോ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ആ സ്ഥലത്ത് വെച്ച് അവരെ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പം എക്സ് ഡാഷ് എക്സ് നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വൈ ഡാഷ് വൈ വെർട്ടിക്കലായിട്ടും ആയിരിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും സീറോ വരുന്ന നമ്പറിൽ കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇനി ഇവരെ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിന് ഈ പോയിന്റ് നമ്മൾ ഒ എന്ന് പേര് കൊടുക്കും. ഈ ഒ എന്ന് പറയുന്നത് ഒറിജിനാണ്. ഇനി ഈ ഒ എക്സ് എന്നുള്ളത് നോക്കുക. ഈ പോർഷൻ ഇവിടെ വരുന്ന എക്സിൽ വരുന്ന വാല്യൂസ് നോക്കിക്കേ. ഇവിടെ വരുന്ന എല്ലാ വാല്യൂസും പോസിറ്റീവാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കാം, അതായത് ഒ എക്സ് ഡാഷ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്നത് എക്സിൽ വരുന്ന വാല്യൂസ് എല്ലാം നോക്കിക്കേ, എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇനി മേളിലേക്ക് ഒ വൈ നോക്കാം. ഒ വൈ നോക്കുമ്പോൾ അവിടെ എന്താണ്, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയും പോസിറ്റീവ് വൈ ആക്സിസ്. ഇനി താഴേക്ക് ഒ വൈ ഡാഷ്. അപ്പോൾ ഒ വൈ ഡാഷ് എന്താണ്, അവിടെ എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ പറയും നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി ഈ പ്ലെയിന് നമ്മൾ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ, ഇല്ലെങ്കിൽ നമുക്ക് എക്സ് വൈ പ്ലെയിൻ എന്നും പറയാം. ക്വാഡ്രൻസ്. നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിനെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഓരോന്നിനും പറയുന്ന പേരാണ് ക്വാഡ്രൻസ്. ഇനി ഇവർക്കൊക്കെ ഓരോ പേരുണ്ട്. അപ്പം ഒ എക്സും ഒ വൈയും വരുന്ന ആ ക്വാഡ്രൻറ്റിനെ ക്വാഡ്രൻറ്റ് 1 എന്ന് പറയും. ഇനി നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലുള്ളത് ക്വാഡ്രൻറ്റ് 2, അതിൻ്റെ താഴേക്ക് വരുന്നത് ക്വാഡ്രൻറ്റ് 3, പിന്നെ വരുന്നത് ക്വാഡ്രൻറ്റ് 4, അങ്ങനെ പോകും. ഇനി ഈ ക്വാഡ്രൻറ്റ് 1ൽ വരുന്ന കോർഡിനേറ്റ്സ്, അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്, ഒ എക്സ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന എക്സ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഒ വൈയും ഇവിടെ വരുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂസും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് 1ൽ വരുന്ന കോർഡിനേറ്റ്സ് എല്ലാം എക്സും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റ് നോക്കാം. അവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് അത്. അപ്പോൾ എക്സിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അവിടെ വൈ വരുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് പോസിറ്റീവ്. അടുത്തത് ക്വാഡ്രൻറ്റ് 3. ക്വാഡ്രൻറ്റ് 3ലും എക്സ് നെഗറ്റീവ് ആണ്. ഇവിടെ വൈയും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റ്സിൻ്റെ രണ്ടും നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇനി അടുത്തത് ക്വാഡ്രൻറ്റ് 4. അവിടെ എക്സ് പോസിറ്റീവ് ആണ്, അതുപോലെ വൈ എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റ്സ് നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. Coordinates of a point. The x-coordinate of a point is its perpendicular distance from the y-axis. അതേപോലെ എക്സ് കോർഡിനേറ്റിൻ്റെ വേറൊരു പേരാണ് അബ്സിസ. The y-coordinate of a point is its perpendicular distance from the x-axis. ഇനി ആ y-coordinateൻ്റെ പേരാണ് ordinate. The abscissa of a point is x and the ordinate is y. Then x, y are called coordinates of the point. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് ആണ്, അതിൻ്റെ പേര് അബ്സിസ എന്നാണ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് ആക്സിസ് ആണ്, അതിൻ്റെ വേറൊരു പേരാണ് ഓർഡിനേറ്റ്. ഇനി എക്സ് വൈ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഫോളോയിങ് ഫ്രം ദി ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ ക്വാഡ്രൻസ് എല്ലാം മാർക്ക് ചെയ്ത് വയ്ക്കാം. 1, 2, 3,
4. നമ്മളൊക്കെ ഒ എക്സിൽ നിന്നാണ് ഒ എക്സ് ഒ വൈ വരുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ഓരോ ക്വാഡ്രൻസ് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. അപ്പോൾ ബി എവിടെയാണ് നോക്കുക. ബി ഇതാണ്, ഇവിടെയാണ് കിടക്കുന്നത് ബി. അപ്പോൾ ബിയുടെ എക്സ് കോർഡിനേറ്റ് എവിടെയാണ് വരിക? -5. പിന്നെ വൈ എന്താണ്? 2. അപ്പോൾ -5, 2. അടുത്ത് സി ലൈസ് ഇൻ വിച്ച് ക്വാഡ്രൻറ്റ്. അപ്പോൾ സി എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് സി. സി ഏത് ക്വാഡ്രൻറ്റിലാണ്? 4th ക്വാഡ്രൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ദ പോയിന്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് -3, -5. അപ്പോൾ എക്സ് വന്നിട്ട് -3 ആണ്, അതുപോലെ വൈ വന്നിട്ട് -5 ആണ്. അപ്പോൾ ഇത് വരുന്നത് ഏത് പോയിന്റ് ആയിരിക്കും? ഇ. അടുത്ത ക്വസ്റ്റ്യൻ ദ പോയിന്റ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് 2, -4. അപ്പോൾ ഇവിടെ എക്സ് 2 ആണ്, അതുപോലെ വൈ വരുന്നത് -4 ആണ്. അപ്പോൾ ഇത് ഏതായിരിക്കും പോയിന്റ്? ജി. അടുത്ത ക്വസ്റ്റ്യൻ ദ ആബ്സിസ് ഓഫ് ദ പോയിന്റ് ഡി. അപ്പോൾ ഡി നോക്കാം. ഡിയുടെ കോർഡിനേറ്റ്സ് ആദ്യം നമുക്ക് എഴുതാം. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്താ വരിക? 6. വൈയോ 2. അപ്പോൾ ഇതിൻ്റെ അബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എച്ച്. അപ്പോൾ എച്ച് എവിടെയാണ് കിടക്കുന്നത്? എച്ച് കിടക്കുന്നത് ഈ 3rd ക്വാഡ്രൻറ്റിലാണ്. ഇനി എച്ചിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ എച്ചിൻ്റെ എക്സ് എന്ന് പറയുന്നത് -5, വൈ എന്ന് പറയുന്നത് -3. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഓർഡിനേറ്റ്, അതായത് വൈ കോർഡിനേറ്റ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? -3. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് വിത്ത് നെഗറ്റീവ് കോർഡിനേറ്റ്സ്. അപ്പോൾ പോയിന്റ് വിത്ത് നെഗറ്റീവ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ക്വാഡ്രൻറ്റ് 3ൽ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ക്വാഡ്രൻറ്റ് 3ൽ വരുന്ന പോയിന്റ്സ് ഒക്കെയാണ് നെഗറ്റീവ് കോർഡിനേറ്റ്സ് ഉള്ളത്. നെഗറ്റീവ് കോർഡിനേറ്റ്സ് രണ്ടും നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ക്വാഡ്രൻറ്റ് 3ൽ ഏതൊക്കെ പോയിന്റ്സ് വരുന്നുണ്ട്? എച്ചും ഇയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എച്ചും ഇയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് വിത്ത് ബോത്ത് ആബ്സിസ ആൻഡ് ഓർഡിനേറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ അബ്സിസയും ഓർഡിനേറ്റും പോസിറ്റീവായിട്ട് വരുന്നത് ഏത് ക്വാഡ്രൻ്റാണ്? ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റ് ഏതൊക്കെയാണ്? ഇവിടെ ഡി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.